ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കിനാണ് തീപിടിച്ചത്. ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് തീപിടുത്തമുണ്ടായി. സുരക്ഷ ഉറപ്പാക്കാൻ നടപടി പുരോഗമിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UAEയും സൗദി അറേബ്യയും ആവശ്യപ്പെട്ടു. സൗദിക്ക് ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ വന്ന 28 ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. മുഹമ്മദ് റഹീസ് ചേരുകയാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. ഒപ്പം ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും. ആദ്യം മുഹമ്മദ് റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, വീണ്ടും ആക്രമണം നടക്കുന്നു. അതിൽ ചില ആക്രമണ ശ്രമങ്ങൾ ചെറുത്തു എന്നുള്ളത് കൂടി അറിയിക്കുന്നുണ്ടല്ലേ GCC രാഷ്ട്രങ്ങൾ? അക്ഷിത, ഇന്ന് രാവിലെ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായത് ഈ ദുബായ് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ്. അവിടെ ഡ്രോൺ പതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിനുള്ളിലെ എണ്ണ ടാങ്കറിനെ തീ പിടിച്ചു എന്നുള്ളൊരു വിവരമാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അതോറിറ്റി അറിയിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വലിയ ഒരു അപകട സാഹചര്യം നിലവിലില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുകൂടി ഏറ്റവും ഒടുവിലായി വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാവിലെ ശുഭകരമായിട്ടുള്ളൊരു വിവരമല്ല ഈ UAE സംബന്ധിച്ചിടത്തോളം ഉള്ളത്, പ്രത്യേകിച്ച് ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിൽ വിമാനത്താവളത്തിന് ഉള്ളിലോ അല്ലെങ്കിൽ സമീപത്തോ ഒന്നും ആക്രമണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 തവണ വിമാനത്താവളത്തിൽ ഇങ്ങനെ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളൊക്കെ വീണ് ചെറിയ തീപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഡ്രോൺ ആക്രമണമാണ്. അവശിഷ്ടങ്ങൾ വീണുണ്ടായ, ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായ ആക്രമണമല്ല എന്ന് തന്നെയാണ് ദുബായ് മീഡിയ ഓഫീസിന്റെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. മാത്രമല്ല, വലിയ തോതിൽ തീ ഉയരുന്നുണ്ട്, പുകയുയരുന്നുണ്ട്, അങ്ങനെയൊക്കെ തന്നെയുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ അത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് നീങ്ങുന്നത് എന്ന് അതോറിറ്റി അറിയിക്കുന്നു. പക്ഷെ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാകുമ്പോൾ ഏതാണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വിമാന സർവീസുകളിൽ നിന്നും പകുതി സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ UAEയിലേക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ തന്നെ കുറെ സർവീസുകൾ വെട്ടിച്ചുരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇത്തരത്തിൽ ആക്രമണം കൂടി ഉണ്ടാകുമ്പോൾ അത് തെല്ല ആശങ്ക ഉയർത്തുന്ന ഒരു വിവരം തന്നെയാണ്. എന്തായാലും രാവിലെ UAE കേന്ദ്രീകരിച്ച് കാര്യമായ ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് UAEയിൽ ആക്രമണം നടക്കുന്നു. ഒപ്പം തന്നെ ബഹ്റൈനിൽ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. അവിടെയും ആക്രമണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇറാൻ ഇത്തരത്തിൽ ഈ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള ആക്രമണത്തിന് തന്നെയാണ് വീണ്ടും നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ശരി മുഹമ്മദ് റഹീസ്, എന്തായാലും ആ നിലയിലാണ് അവിടുത്തെ സാഹചര്യം. ജലീൽ കണ്ണമംഗലം കൂടിയുണ്ട് ജിദ്ദയിൽ നിന്നും. ജലീൽ, വീണ്ടും GCC രാഷ്ട്രങ്ങളിലേക്കുള്ള ആക്രമണം തുടരുന്ന വിവരങ്ങൾ വരുന്നു. ഏറ്റവും പ്രധാനം ഈ വിമാനത്താവളങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണ ശ്രമങ്ങളാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അസിത, സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ രാത്രിയിൽ മാത്രം സൗദിക്ക് നേരെ ഉണ്ടായത് 37 ആക്രമണ ശ്രമങ്ങളാണ്. കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ വന്ന 37 ഡ്രോണുകൾ തകർത്തതായി സൗദി പ്രതിരോധ സേന അറിയിച്ചു. ഇന്നലെ പകൽ സൗദിക്ക് നേരെ 23 തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ പകലും കഴിഞ്ഞ രാത്രിയിലുമായി സൗദിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് 60ഓളം ആക്രമണ ശ്രമങ്ങളാണ്. എല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ സേന തകർത്തു. ഇന്നലത്തെ രാത്രിക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ 27ാം രാവായിരുന്നു. അതായത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെട്ട റമദാൻ 27ാം രാവ് ആയിരുന്നു ഇന്നലെ. വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു ദിവസം. ആ ദിവസം സൗദിക്ക് നേരെ ആക്രമണത്തിന് ഒരു കുറവും ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം. സൗദി ഇതുവരെ 56 ബാലിസ്റ്റിക് മിസൈലുകളും 17 ക്രൂയിസ് മിസൈലുകളും 450ഓളം ഡ്രോണുകളും വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി അറിയിച്ചു. സൗദി സായുധ സേനയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഇന്നലെ രാത്രി ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ഇരുവരും വിലയിരുത്തി. അതിർത്തികളും ഭൂപ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിനായി ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധം ശക്തമായി തുടരുമെന്നും ഇരുവരും ആവർത്തിച്ച് വ്യക്തമാക്കി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറും തമ്മിൽ ഇന്നലെ ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചു. സംഘർഷം ലഘൂകരിക്കുന്നതിനും അതോടൊപ്പം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ച് ഇരു മന്ത്രിമാരും സംസാരിച്ചതായി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സൗദിയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അധികാരികളും എംബസിയും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സൗദിയിലെ ഇന്ത്യൻ എംബസി ആവർത്തിച്ച്
പരിശോധിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ ഫോട്ടോകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളോ ഒന്നും പ്രചരിപ്പിക്കാനോ അത് റീപോസ്റ്റ് ചെയ്യാനോ പാടില്ല. റിയാദിലെ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിസ സേവനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ തുടരുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജിദ്ദ, മദീന, റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസുകൾ ലഭ്യമാണ് എന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംശയകരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സൗദി പ്രതിരോധ മന്ത്രാലയം പുതിയൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തവക്കലിന ആപ്പ് വഴി സാധാരണക്കാർക്ക് ഇതിനുള്ള സൗകര്യമുണ്ട്. ആകാശത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംശയകരമായ വസ്തുക്കൾ, അതായത് ഡ്രോണുകളോ മിസൈലുകളോ അല്ലെങ്കിൽ അപരിചിതമായ മറ്റെന്തെങ്കിലുമോ ശ്രദ്ധയിൽപ്പെട്ട അത് ഉടനടി അധികൃതരെ അറിയിക്കാനുള്ള സംവിധാനമാണിത്. തവക്കലിന് മൊബൈൽ ആപ്പിൽ ലോഗിൻ ചെയ്ത് സസ്പീഷ്യസ് എയർ സൈറ്റിംഗ് എന്ന ഭാഗം തിരഞ്ഞെടുത്താൽ 35 സെക്കൻഡിനുള്ളിൽ ഇത് അധികൃതരെ അറിയിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസിത. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. GCC രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമ്പോഴും അത് പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.